സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഈ ഒരു മേഖലയിൽ വന്നത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ഒരു ട്രേഡർ ആയത്, നിങ്ങൾക്കായാലും എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ഒരു ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഒരു സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് അത് വെക്കേണ്ടത്. നിങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, ഇപ്പൊ ഇതിൽ ട്രേഡ് ചെയ്തിട്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ പലരും നിങ്ങൾ ഇതിൽ തുടക്കക്കാരാണ്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വെക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്ലാസ് ചിലപ്പോൾ 1.5 മാസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ വന്നേക്കാം. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ഇപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് നമുക്ക് ഇന്നത്തെ ആയാലും ഒരു സെക്ഷൻ നിർത്തുക. അപ്പോൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴായാലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഏതൊരു മേഖലയിലായാലും നമുക്കൊരു പ്രാക്ടീസ് വേണം. ട്രേഡിങ്ങിലായാലും നിങ്ങൾ ഏതൊരു മേഖലയിലുള്ള ഒരാളായാലും, നിങ്ങളൊരു പല മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ അതറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതൊരു മേഖലയിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ, ആ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ടോപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ട്രേഡിങ്ങിലെ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഞാൻ 2010 ഞാൻ വരുന്നത്. ഞാൻ നിങ്ങളെ പോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് ഒരു 10 വർഷം മുൻപാണ് കേട്ടോ. ആ ഒരു 13 വർഷം. അപ്പൊ ആ ഒരു സമയത്ത് അതിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ആള് ഞാനായിരുന്നു. അപ്പൊ എന്നെക്കാട്ടിയും പ്രായമുള്ള ഒരാളും അവിടെ ഇല്ല. എല്ലാവരും എന്നെക്കാട്ടി ഒരു 10, 15, 20 ഒക്കെ വയസ്സ് പ്രായമുള്ള കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെ ഒപ്പമായിരുന്നു ഞാനായിരുന്നു ആദ്യത്തെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആകെ മാറി. അന്നത്തെ ഒരു സിറ്റുവേഷൻ വേറെയായിരുന്നു. കാരണം മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വളരെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇതിൽ കുറെ എക്സ്പീരിയൻസ് ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പയറ്റിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. പക്ഷെ ഇന്ന് അതല്ല, ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ നമ്മുടെ തന്നെ ക്ലാസ്സിൽ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ്, +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, 9ാം ക്ലാസ് പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് വരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പഴയ ഒരു കാലം എന്ന് പറയുന്നത്, ഞാൻ ചെല്ലുന്ന ഒരു സമയത്ത് മോൻ എന്തിനാണ് ഈ മേഖലയിലേക്ക് വന്നത്, ഞങ്ങൾക്ക് ഇതിൽ വന്നിട്ട് പ്രോഫിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ മേഖലയിൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഒരു സാധ്യത വളരെ കുറവാണ്, വേറെ ജോലി എന്തെങ്കിലുമൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ, കാരണം അവർക്കും അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, അവർ ചെയ്യുന്ന ഒരു രീതികളാണ്, അവർക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാതെ ഇരുന്നത്, നമുക്കത് ഇന്നത്തെ ഒരു സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇപ്പൊ 2010 ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓപ്ഷനാണ്. ഓപ്ഷനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഓപ്ഷനെ കുറിച്ച് ഒരു ABCD പോലും അറിയാതെയാണ് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ടുമാണ്, ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. നാട്ടിൽ വന്നൊരു സമയത്ത് സുഹൃത്ത് വിളിച്ചുകൊണ്ടുമായിരുന്നു. അപ്പോൾ സുഹൃത്ത് വിളിച്ചുകൊണ്ടുപോയി പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ചിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അന്നൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഓപ്പൺ ആവില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ്, ടൈം എടുക്കും. അപ്പൊ അങ്ങനെ ടൈം എടുത്ത് ഓപ്പൺ ഒക്കെ ആയി ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സുഹൃത്ത് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത്. അല്ലാതെ എനിക്കിത് പെട്ടെന്ന് ഒരു ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആദ്യത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പുകയാണ്, കാരണം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് ട്രൈ ചെയ്തായിരുന്നു. ട്രേഡൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ, കുറച്ച് നാൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ നമുക്കത് കിട്ടി, ഇത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ തുടക്കത്തിലൊക്കെ നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അത് അതേപോലെ തന്നെ പോയിട്ടുണ്ട്. വീണ്ടും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അത് അതേപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് കിട്ടാ പോകുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ടോട്ടലി നമുക്ക് നോക്കുന്ന ഒരു സമയത്ത് ലോസിലായിരുന്നു സിറ്റുവേഷൻസ്. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് പല ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തു ഞാൻ. ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒപ്പം ഒരുപാട്, ഞാൻ 1-2 ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ഒരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോ അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുക്കൾ കുറെ പേരൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അവരൊക്കെ ചിലവരൊക്കെ 1 വർഷം 1-2 വർഷം ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ പലരും കൊഴിഞ്ഞു. പിന്നെ 2 പേര് 3 പേരായി. 4-5 വർഷം കഴിഞ്ഞപ്പോൾ 2 പേരായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾ കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു അവസരം, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ അത് കിറ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാൻ അറിയാണ്ടും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ് ശരിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പല ഇന്റർനാഷണൽ ട്രെയിനിങ്ങുകൾ.
ഡൽഹി പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ചെന്നൈ പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, എറണാകുളം, എൻ്റെ സ്ഥലം ആദ്യം തൃശ്ശൂരായിരുന്നു, ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ എറണാകുളം പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ എറണാകുളത്തൊക്കെ ഒരുപാട് ട്രെയിനിങ്, നമുക്ക് ട്രെയിനുകളൊക്കെ വരെ എറണാകുളത്താണ്. അപ്പോൾ മലേഷ്യയിൽ നിന്നൊക്കെ ട്രെയിനർ വന്നിട്ട് എറണാകുളത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുവരെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അന്ന് ജോബൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പൈസയൊക്കെ സൈഡ് ആയിട്ട് കിട്ടിയപ്പോൾ അതിൽ നിന്നൊരു ഇതെടുത്തിട്ടാണ് ട്രെയിനിങ്ങുകൾ പലത് അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. നമുക്ക് 2 3 4 വർഷം നെഗറ്റീവ് റിസൾട്ട് ആയിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ എൻ്റെ ഒപ്പം നിന്നവർ പലരും അത് നിർത്തിപ്പോയി, പല സുഹൃത്തുക്കളും നിർത്തിപ്പോയി. എനിക്ക് ഇതിലൊന്നും നിന്ന പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, നീ അത് നിർത്തിപ്പോയിക്കോ, ഇതൊന്നും രക്ഷയില്ല, ഇതൊന്നും ആർക്കും പറ്റാത്തൊരു മേഖലയാണ്, നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് പലരും ഇതിൽ നിന്ന് കിറ്റ് ചെയ്ത് പോയി. പക്ഷെ ഞാനത് നിലനിന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, എനിക്ക് പറ്റിയിട്ടുള്ള ട്രേഡിംഗ് രീതി സിങ്ക് ട്രേഡിംഗ് ആണെന്ന് മനസ്സിലായി. സിങ്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു സ്റ്റോക്ക് വാങ്ങി, ഒരു കമ്പനീനെ വാങ്ങി കുറച്ച് നാൾ ഹോൾഡ് ചെയ്ത് വെച്ച് പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ഫ്യൂച്ചർ, ഞാൻ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഏകദേശം മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് പറയുന്ന ഒരു വാക്കുകൾ, ചില വേർഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ കഴിയുമ്പോഴേക്കും, നമ്മൾ ഓരോ വീക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും അത് ക്ലിയർ ആക്കിയിട്ട് പോവുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളൊരു ട്രേഡിങ്ങിൽ സക്സസ് ആയിട്ടുള്ള ഒരാളുകളെ എങ്ങനെയാണോ ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സക്സസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്, അതെനിക്ക് മനസ്സിലാക്കി തരണം. ഇതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, ഞാൻ ട്രെയിനിങ് മേഖലയിലേക്ക് വരുന്നത്, ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് ഒരു ട്രെയിനറായിട്ട് വന്നതല്ല. ഞാൻ ഈ ഒരു മേഖലയിൽ ഒരു 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഞാൻ ഒരു മേഖലയിലേക്ക് വന്നത്. അതിനുശേഷമായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങോ ഫോറക്സ് ട്രേഡിങ്ങോ ഒന്നല്ല, ഞാൻ പ്രോഫിറ്റ് ആക്കിയിട്ടുള്ള ഒരു രീതി, ഒരു റൂള്, അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാനൊരു ക്ലാസ് വെച്ചു. സ്റ്റോക്കിലായിരുന്നു, അത് സിങ്ക് ട്രേഡിങ്ങിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് വളരെയധികം സക്സസ് ആയി. അതിനുശേഷം അവരുടെ റെഫറൻസിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു. അപ്പൊ ഒരു ചെറിയൊരു ഫീസൊക്കെ വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ ഒരു ക്ലാസ്സിന്റെ ആരംഭം. ഞാൻ ഒരു ട്രെയിനർ ആകണം എന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷെ അതിൽ നിന്ന് കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരാൾക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായപ്പോൾ ഞാനിത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. ഞാൻ ആദ്യത്തെ ഒരു സമയങ്ങളിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ്, സിങ്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന രീതികളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം, അതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യണ്ട. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇൻട്രാഡ ചെയ്തിരുന്നു, ഞാൻ ലോസിലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറയില്ല. എൻ്റെ ആദ്യത്തെ ഒരു ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ആരും ഇൻട്രാഡ ചെയ്യരുത്, നഷ്ടം വരും, പ്രോഫിറ്റ് വരും, ലോസ് വരും. പക്ഷെ ഞാൻ ഇന്ന് വരുന്ന സ്റ്റുഡൻസിനോട് അങ്ങനെയല്ല പറയേണ്ട, ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ സ്റ്റുഡൻസിനോട് അങ്ങനെയല്ല, നിങ്ങൾ ഇൻട്രാഡ ചെയ്യണം, വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, വലിയൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒന്നല്ല, ഞാൻ ആദ്യം പ്രോഫിറ്റബിൾ ആയിരുന്നത് സിങ്ക് ട്രേഡിംഗ് കൂടെയാണ്. ഞാൻ ഇൻട്രാഡയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല, 3 4 വർഷമായിട്ടുള്ളൂ ഞാൻ ഇൻട്രാഡയിൽ പ്രോഫിറ്റബിൾ ആയിട്ട്. അപ്പൊ ആ ഒരു പ്രോഫിറ്റ് ആയതിനു ശേഷമാണ് ഞാനൊരു സ്ട്രാറ്റജി സെല് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സെല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നൊരു മെത്തേഡും രീതികളാണ് ഞാൻ ഈ സ്ട്രാറ്റജി ആയിട്ട് അത് സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ക്ലാസ് വേറെ, നമുക്കൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേറെ. ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശമായാലും നിങ്ങളെ പരമാവധി ഇതിന്റെ ഒരു കറക്റ്റ് ഒരു ട്രൂത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, റൈറ്റ് രീതിയിലേക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് പോകണം. ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങളിൽ ആരൊക്കെയാണോ ഡെവലപ്പ് ആക്കി വരിക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അത് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കിറ്റ് ചെയ്ത് പോകരുത്. കാരണം ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ അതിലേക്ക് കിടക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, കാരണം ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റാണ്, ഇതൊരു റിസ്കി മേഖലയാണ്. പക്ഷെ റിസ്കി മേഖല, നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്കിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് റിസ്ക്? നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയല്ലേ നമ്മൾ പൊതുവെ റിസ്ക് എന്ന് പറയാറ്. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുക. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
ഓക്കെ, ഞാൻ വേറെ ഒന്ന് രണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് എന്താന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങൾക്ക് അറിയോ ബാങ്കിൽ നിന്ന് ബാങ്കിൽ നമ്മളൊരു ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് ബാങ്കിൽ നിന്ന് നമുക്കൊരു ഡബിൾ ആകും, ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകും? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു റഫ് ആയിട്ടൊരു കണക്ക് മതി. കുറെ കാലം പിടിക്കില്ലേ? കാരണം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെന്നാണ് എന്റെ അറിവിൽ. പക്ഷെ എത്ര നാള് പിടിക്കും? അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ പറയാം. ഒരു 7-8 വർഷം. 8 വർഷം, വെരി ഗുഡ്. 8 വർഷം പിടിക്കും. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ നിങ്ങളത് പഠിപ്പിച്ചു തരാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര വർഷം കൊണ്ട് ഡബിൾ ചെയ്യും അത് മനസ്സിലാക്കാനായിട്ട്, ഇപ്പൊ ബാങ്ക് തരുന്നൊരു ഇൻട്രസ്റ്റ് 10% ആണെന്ന് കരുതുക. ബാങ്ക് തരുന്നത് 7%, 8% ആ റേഞ്ചിലാണ്. പക്ഷെ ഞാൻ പെട്ടെന്നൊരു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബാങ്ക് തരുന്നൊരു ഇൻട്രസ്റ്റ് 10% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര നാൾ കൊണ്ട് നമ്മുടെ ഒരു ക്യാപിറ്റൽ ഡബിൾ ആവും? നമ്മുടെ ഒരു ക്യാപിറ്റൽ അവിടെ ഇട്ട ഡബിൾ ആകും. സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്, പക്ഷെ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 72 എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, 72 ഡിവൈഡ് ബൈ 10 വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 7 വർഷം 2 മാസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആകും. ബാങ്ക് 7% നമുക്ക് തരുന്നത്. 7% നമുക്ക് റിട്ടേൺസ് തരുന്നത് എങ്കിൽ എത്ര നാളെടുക്കും നമ്മുടെ ഒരു ക്യാപിറ്റൽ ഡബിൾ ആകാൻ? 72 ഡിവൈഡ് ബൈ 7. ഓക്കെ, ക്ലിയർ ആയ? അപ്പോ ഒരാൾ പറയാണ് 15% ഞാൻ നിങ്ങൾക്ക് റിട്ടേൺസ് തരാം, ഇയർലി റിട്ടേൺസ് തരാം. അപ്പൊ നിങ്ങളുടെ ഒരു ക്യാപിറ്റല് ഡബിൾ ആകാനായിട്ട് എത്ര സമയം എടുക്കും? 72 ഡിവൈഡ് ബൈ 15. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എത്ര നാളുകൊണ്ട് നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ ഡബിൾ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമുക്കൊരു നമുക്കൊരു കണക്കുമലാണ് ഈ നമ്മുടെ ഒരു ക്യാപിറ്റൽ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ഒരു എമൗണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ, കോമ്പൗണ്ടിന്റെ ഒക്കെ ഒരു കളി വരുന്നത് കണക്കുമലാണ്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള റൂളുകൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റും ബാക്കി കാര്യങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം. ഈ ഒരു മേഖലയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കി കൊണ്ടുവരണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ ഈ ഒരു മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രെയിനിങ് നടത്തുന്ന ഒരാളാണ്. ഓക്കെ, എനിക്ക് ഓരോരുത്തരും മൈൻഡ് സെറ്റ് എനിക്കറിയാം. മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ, ഏത് രീതിയിൽ മാറ്റിയാലാണ് നിങ്ങൾ ഡെവലപ്പ് ആവുമെന്ന് എനിക്കറിയാം. ഡെവലപ്പ് ആകാത്ത ആളുകളെ എനിക്കറിയാം. പക്ഷെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാം. പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സക്സസ് ആവാൻ പറ്റും. കാരണം അത് ഓരോ കാര്യങ്ങളും ഞാൻ അത് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമുക്കൊരു 72 ഡിവൈഡ് ബൈ 10 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര നാൾ കൊണ്ട് നമ്മളൊരു ക്യാപിറ്റൽ ഡബിൾ ആകുമെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബാങ്ക് തരുന്ന ഒരു ഇൻട്രസ്റ്റ് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത്, 8 to 9% ആണെന്ന് കരുതുക. പല ബാങ്കും വ്യത്യാസം ഉണ്ടായിരിക്കും. 8 to 9% ആണെന്ന് കരുതുക. അപ്പോൾ 8 to 9% മുകളിൽ ഇയർലി റിട്ടേൺസ് തരാന്ന് പറയുന്നവരല്ലാതും റിസ്കി ബിസിനസ് ആണ്. RBI പോലും പറയുന്നത് ബാങ്ക് തരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും കൂടുതൽ ആരെങ്കിലും അത് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ഉണ്ട് അതില്. അതൊരു റിസ്കി ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് ആരെങ്കിലും പറയാണ് നിങ്ങൾക്കൊരു 30% തരാം, നിങ്ങളൊരു ക്യാപിറ്റൽ തരൂ, ഇയർലി നിങ്ങൾക്ക് അല്ലെങ്കിൽ 20% റിട്ടേൺ തരാം. ഇതിൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊരു പെർസെൻറ്റേജിന്റെ മുകളിൽ ഒരു റിട്ടേൺസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് റിസ്ക് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിവിടെ റിസ്ക് എടുത്താലാണ് ആ റിട്ടേൺസ് നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതേ രീതിയിൽ അത് തിങ്ക് ചെയ്യണം. നമ്മളിവിടെ റിസ്ക് എടുത്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ റിട്ടേൺസ് നേടാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ഫസ്റ്റത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് പലരും ക്ലാസ്സിൽ വന്നു. ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകളാണ് ഞാൻ അന്നത്തെ ഒരു ക്ലാസ്സിലൊക്കെ വന്നിരുന്നത്. ഒരു 50 വയസ്സ് 60 വയസ്സിലൊക്കെ പ്രായമുള്ള ആളുകൾ. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു, ബാങ്ക് ഇൻട്രസ്റ്റിനെക്കാട്ടും കുറച്ചൊരു പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫാ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ അതിനു വേണ്ടി വരരുത്. ട്രേഡിങ്ങിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വരരുത്. ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് റിസ്കി ബിസിനസ് ആണ്. അതിൽ കിട്ടുന്ന റിട്ടേൺസ് 10%, 50% അല്ല.
100%, 200%, 500%, ഇതൊക്കെ ഇതിൽ പോസിബിൾ ആയിട്ട് എടുത്തിട്ടുള്ള ആളുകളുണ്ട്. 29,000% ഇയർലി റിട്ടേൺസ് എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ റിസ്ക് എടുക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിലേക്ക് അത് റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസും കൂടുതൽ കിട്ടും എന്ന് മനസ്സിലാക്കുക. പലരും ബിസിനസ് ചെയ്യാനായിട്ട് മടിയാണ്, കാരണം അത് റിസ്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ആ റിസ്ക് എടുത്താലാണ് നമുക്കൊരു പെർസെൻറ്റേജിന്റെ ഒരു മുകളിലേക്ക് നിങ്ങൾ ഗ്രോ ആകുള്ളൂ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് സംഭവിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? പഠിക്കാണ്ട്. ഞാൻ പറയാ എത്ര തന്നെയാണ്, നിങ്ങളത് പഠിക്കാണ്ടാണ്. നിങ്ങൾക്ക് ഏതൊരു മേഖലയിലായാലും, നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും പഠിക്കുന്നു, നിങ്ങൾ അവിടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതില് എക്സ്പീരിയൻസ് വേണം, പ്രാക്ടിക്കൽ നോളജ് വേണം. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിന്റെ പോലെ ഉപമിക്കുക. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, ഒരു ഫുട്ബോൾ കളിക്കാരൻ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇല്ലേ? കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നന്നായി കിട്ടണമെങ്കിൽ അദ്ദേഹം തലേദിവസം അല്ലെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ ആണ്. ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഞ്ചുറി വരാം, അദ്ദേഹത്തിന് പെട്ടെന്ന് വല്ല ബോഡി പെയിൻ വരാം. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാക്ടീസാണ്, സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രാക്ടീസാണ് അദ്ദേഹത്തിന് കുറച്ച് സമയം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ 90 മിനിറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ ആ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ആ പ്രാക്ടീസ് ചെയ്യുന്നതോടു കൂടി നിങ്ങൾക്ക് വരും കോൺഫിഡൻറ്റ്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയി വെക്കുക, നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആവും, അല്ലെ? എഴുതാനൊക്കെ നല്ലൊരു കോൺഫിഡൻ്റ് ആവും, ടെൻഷൻ പകുതി കുറയും. പക്ഷെ ഒട്ടും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. നമുക്ക് പറഞ്ഞു വരുന്നത് അതാണ്, നമ്മളൊരു റിസ്ക് എടുത്താലാണ് നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുള്ളൂ. ഇതിൽ റിട്ടേൺസ് എങ്ങനെയാണ് വരിക? ഇതിൽ റിട്ടേൺസ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. യുവരാജ് സിംഗ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ക്രിക്കറ്റ് കളിക്കാരനാണ്, അറിയാത്തവർക്ക് പറഞ്ഞു തരാണ്. 6 ബോളിലും 6 സിക്സ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കരുതിയിട്ട് അദ്ദേഹത്തിന് അടുത്ത ഓവറിലും 6 ബോളിൽ 6 സിക്സ് അടിക്കാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുന്നത്, ട്രേഡിങ്ങിൽ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ചില സമയത്ത് അൺലിമിറ്റഡ് റിട്ടേൺസ് കിട്ടും. പക്ഷെ അത് കരുതിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ അതേപോലെ റിട്ടേൺസ് കിട്ടുമെന്ന് കരുതിയിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ് പലരുടെയും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു പ്രോബബിലിറ്റി ആണ്, സാധ്യതയുടെ ബിസിനസ്സാണ്. നമ്മൾ ഈ സാധ്യതയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഒരു സാധ്യത ഉണ്ടല്ലോ, ഓക്കെ, 50% അല്ലെങ്കിൽ 60%, ഒരു സാധ്യതയുണ്ട്. ആ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു സാധ്യതയിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. നമ്മളൊരു മൈൻഡ് സെറ്റില് സെർട്ടനിറ്റി പാടില്ല. 100% എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പാടില്ല. സെർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്തു കളയണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ബോളിലും 6 സിക്സ് അടിച്ചു, എനിക്ക് അടുത്ത ഓവറിലും 6 ബോളിലും 6 സിക്സ് അടിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പൊ പലരും ചോദിക്കും, ഞാൻ 400% റിട്ടേൺസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അടുത്ത വർഷം ചിലപ്പോൾ എനിക്കത് പറ്റണമെന്നില്ല. മനസ്സിലായ? അത് ഓരോരുത്തരുടെ ഫോമും സ്കില്ലും ആ ഒരു ടൈമിൽ മാർക്കറ്റിന്റെ ഒരു ബിഹേവിയറും ഒക്കെ അനുസരിച്ചാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് തരുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളൊരു നല്ലൊരു ഫോമിലാകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അമേസിങ് റിട്ടേൺസ് കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ 1 വർഷം ട്രൈ ചെയ്തിട്ട് നിങ്ങളത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല, കാരണം നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഡോണ്ട് കിറ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നിൽക്കണം. എന്നാലാണ് ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻകം നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നത്. ഡാൻസാഗർ 29,000% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 29,000 പ്രോഫിറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, വേൾഡ് റെക്കോർഡാണ്. ഇപ്പൊ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പറയും അദ്ദേഹം ഏറ്റവും വലിയൊരു കോടീശ്വരൻ. പറയുന്ന ആള് മണ്ടത്തരാണ് പറയുന്നത്.
ഏതൊരു മേഖലയിൽ നിന്ന് ഏതൊരു ഇതിലായാലും ഒരു വലിയൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് അല്ല. ഒരു ബിസിനസ്സിലായാലും കൺസിസ്റ്റന്റ് അല്ല. ഓക്കെ, അദ്ദേഹം 29,000% എടുത്തു എന്ന് കരുതിയിട്ട് അടുത്ത വർഷം അദ്ദേഹത്തിന് 29,000% എടുക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 29,000% എടുക്കാൻ സാധിച്ചത്? 18 വർഷം അദ്ദേഹം ഫെയിലിയർ ആയിട്ടും മാർക്കറ്റിൽ നിലനിന്നു. 20ാമത്തെ വർഷമാണ് അദ്ദേഹം 29,000% പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായി കാണും. ഡോണ്ട് കിറ്റ്. വലിയൊരു അവസരം, വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റാണിത്. നമുക്ക് റിസ്ക് ഉണ്ട്, പക്ഷെ കിട്ടുന്ന റിട്ടേൺസ് വലിയ റിട്ടേൺസ് ആണ്. അൺലിമിറ്റഡ് റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാനത് എങ്ങനെയാണ് അൺലിമിറ്റഡ് റിട്ടേൺസ് കിട്ടുക എന്നൊക്കെ നമുക്കത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ മൂർച്ച കൂട്ടി കൊണ്ട് നമുക്ക് ഇരിക്കണം. നമുക്കൊരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, ഒരു മേഖലയിൽ നിന്ന് ഒരു വരുമാനം ഇല്ലെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് ആളുകളുടെ അടുത്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ വർഷങ്ങൾ പോകും, മാസങ്ങൾ പോകും, വർഷങ്ങൾ പോകും. 5 വർഷം 10 വർഷം പോയിട്ടും റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ റൈറ്റ് ആളുകളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനും ട്രെയിനിങ് എന്ന് പറയുന്നത് 14-15 പേരാളെ മീറ്റ് ചെയ്തു. ഞാൻ 13 ആളെ മീറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാതെ ഞാൻ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മേഖലയിലാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ ഫുൾ ടൈമറാണ്. 2015 മുതൽ ഞാൻ ഈ ഒരു മേഖലയിൽ 15 മുതൽ ഫുൾ ടൈമറാണ്. 18ലാണ് ഞാൻ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രാഡേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല, വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. ബേസിക്കിന്റെ ബാച്ചും കൊടുക്കാറുണ്ട്, പക്ഷെ ഇതൊരു ഇത്രയും വലിയൊരു നീണ്ട കാലാവധിയുള്ള ബേസിക് ബാച്ച് കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് ആദ്യത്തെ ഒരു ട്രെയിനിങ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു വന്നത് റിസ്കിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റിസ്ക് ഉള്ള ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങാതെ ഇരിക്കരുത്. റിസ്ക് ഉള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാം. നമ്മൾ എന്തൊരു കാര്യവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, എന്തൊരു സ്ട്രാറ്റജി മെത്തേഡുകളായാലും നമ്മൾ നമ്മുടെ ഒരു കോമൺ സെൻസും കൂടി ഉപയോഗിക്കാം. ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് എനിക്കായാലും തോന്നിയിട്ടുള്ളത് അതാണ്. നമുക്കൊരു കോമൺ സെൻസും കൂടി ഉപയോഗിച്ചാൽ, അതായത് നമ്മുടെ ബ്രെയിൻ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഒരു ബ്രെയിനും കൂടി അപ്ലൈ ചെയ്താലാണ്, അതായത് ഹ്യൂമൻ ബ്രെയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയാലാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് നമുക്കത് കിട്ടുള്ളൂ. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കരുത്. ഓക്കെ, നിങ്ങൾ ആരെയും ആശ്രയിക്കാതെ ഈ ഒരു മേഖലയിൽ ട്രേഡ് ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെയും ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും വരും മാസങ്ങളിലായാലും വരും വർഷങ്ങളിലായാലും നിങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾ ഒരു പ്രോഫിറ്റ് ആകുന്ന ഒരു സമയത്ത് നിങ്ങൾ പലരും ഓർത്താൽ മതി. എൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിനിങ് ഞാനായിരുന്നു, ബിജീഷ് ഉള്ളവരായിരുന്നു ആദ്യത്തെ ഒരു ട്രെയിനിങ് എടുത്തത്. അപ്പൊ ഞാനും എൻ്റെ ട്രെയിനേഴ്സിനൊക്കെ എനിക്ക് ഓർക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പഴയതാണ് കേട്ടോ, പഴയ ഇത് 2012 എനിക്ക് തോന്നുന്നത്. 12 കാലയളവില് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് കൂട്ടത്തില് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാനായിരുന്നു. അപ്പോൾ ഇതേപോലെയായിരുന്നു. പല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞാൻ ചെല്ലുന്നൊരു സമയത്ത് സെന്ററിലേക്ക് നിന്നാണ് ഇതാണ് വരുന്നത്. ഞാൻ പല ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഒരു സക്സസിലേക്ക് എത്തുന്ന ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളൊന്നും അതായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ പല രീതികളും പല മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ ഉപയോഗിക്കുന്ന രീതികളൊക്കെ മാറിപ്പോകും. ഓക്കെ, നമുക്ക് ടോപ്പിലേക്ക് കിടക്കാം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ് മാർക്കറ്റ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. ഗ്രോസറി മാർക്കറ്റ് ഉണ്ട്, പല ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഗ്രോസറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനികളെ വാങ്ങാം. കമ്പനികളുടെ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് കമ്പനികളെ വാങ്ങാം, അതിന് വേണ്ട ക്രൈറ്റീരിയ എന്താണ്, ഇതൊക്കെയാണ് നമുക്കൊരു ബേസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഒരു ബേസ് സ്ട്രക്ചർ വരുന്നത്. അപ്പൊ നമുക്ക് അറിയാം, കമ്പനികളെ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല, പലയിടത്തും പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റോക്ക്.
ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഷെയർസ് ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷനിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പനിയുടെ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. കമ്പനിക്ക്, അതായത് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് സെബിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. സെബിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാം. എനിക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫീസൊക്കെ ഉണ്ട്, സെബിക്ക് ഫീസൊക്കെ ഉണ്ട്. ആ ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്ത കമ്പനികൾ, പലതരത്തിലുള്ള ആളുകളുണ്ട് ഈ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട്. കാരണം ഇവർക്കെല്ലാവർക്കും ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കാൻ പറ്റും. ഈ കമ്പനി എങ്ങനെയാണ്, ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ എങ്ങനെയാണ്, ഈ കമ്പനി ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പബ്ലിക്കായിട്ട് നമുക്കത് കൊടുക്കേണ്ടി വരും. ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു പബ്ലിക്കായിട്ട് പോകും. അപ്പോൾ പബ്ലിക്കായിട്ട് പോകുന്ന ഒരു സമയത്തായാലും ഇതൊക്കെ നോക്കിക്കൊണ്ട്, നല്ല കമ്പനിയാണെന്നൊക്കെ നോക്കിക്കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരും. അത് ഫോറിനേഴ്സിനായിരിക്കും വരുന്നത്, ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ കയ്യിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഹ്യൂജ് ആയിട്ട് HNI ക്ലയന്റ്, അതൊക്കെ ആരാന്നുള്ളതൊക്കെ പറഞ്ഞു തരാം, അവരിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ പലരിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ലീഗലായിട്ട് സ്ഥിരീകരിക്കാനുള്ള ഒരു വഴിയാണ് സ്റ്റോക്കിനെ, ഒരു കമ്പനിയെ ലിസ്റ്റ് ചെയ്യല്. ആ കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അപ്പൊ നമുക്ക് ആ ഒരു കമ്പനി വാങ്ങിക്കഴിഞ്ഞാൽ, ആ കമ്പനിയുടെ ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഷെയർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ്. അതിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ്, ഓണർഷിപ്പിന്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് നമുക്കത് കിട്ടുന്നത്. വാങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഗ്രോത്ത് വരുമ്പോൾ അതിന്റെ ഗ്രോത്ത് നമുക്ക് കിട്ടും. മാത്രമല്ല ആ കമ്പനി ഡിവിഡൻഡ്, ബോണസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ ഗെയിൻ എന്താന്നുള്ളത് പറയാം. അതായത് 100 രൂപയുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, നമ്മൾ ആ 100 രൂപയുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ആ കമ്പനിയുടെ വാല്യൂ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ ആ കമ്പനിയുടെ വാല്യൂ 110 രൂപയിലേക്ക് കയറിപ്പോയി. 110 രൂപയിലേക്ക് കയറിപ്പോയപ്പോൾ നമുക്ക് ആ കമ്പനിയുടെ വാല്യൂ 110 ആയി. അപ്പൊ നമ്മുടെ 1,00,000 എന്ന് പറയുന്നത് 1,10,10,000 രൂപയായി. അതായത് 10% ലാഭം നമുക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടി. നല്ല കമ്പനി ആയതുകൊണ്ടാണ്, അതിലൊരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നതുകൊണ്ടാണ് ആ കമ്പനി കയറിപ്പോയിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് കയറുന്ന ഒരു സമയത്ത് അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വരുന്നത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സ്റ്റോക്കിന്റെ വാല്യൂ മുകളിലോട്ട് കയറുമ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത്. നമുക്കൊരു ഗ്രോസറി മാർക്കറ്റിലായാലും പോയിട്ടായാലും നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 110 രൂപയിലേക്ക് വിറ്റാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലേ? 100 രൂപയിലേക്ക് വാങ്ങിയത് 90 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നഷ്ടമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഉള്ളതുള്ളൂ. ഓക്കെ, അത് നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങി, 100 രൂപയ്ക്ക് വാങ്ങുന്നത് നമുക്ക് എത്ര ക്യാപിറ്റൽ ഉപയോഗിച്ച് വാങ്ങാം? 1,00,000 വാങ്ങാം, 10,00,000 വാങ്ങാം, 1 കോടിക്ക് വാങ്ങാം. ഓക്കെ, 100 കോടിക്ക് വാങ്ങാം, എത്ര കോടിക്ക് വേണമെങ്കിലും നമുക്കത് വാങ്ങാം. പക്ഷെ നമുക്ക് ആ ഒരു എത്ര കോടിക്ക് വാങ്ങിയാലും അതിന്റെ ഒരു 10% ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ആ കമ്പനി വേണമെങ്കിൽ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയിലുള്ള ഒരു കമ്പനി 110 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചിലപ്പോൾ കമ്പനി ഹോൾഡ് ചെയ്യുമ്പോൾ കമ്പനി ചിലപ്പോൾ ചില വർഷങ്ങളിൽ, ചില മാസങ്ങളിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ കൂടുതലാണെങ്കിൽ കമ്പനി ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കും, ബോണസ് കൊടുക്കും. ചില സമയങ്ങളിൽ ചില കമ്പനികൾ, ഇപ്പോൾ കമ്പനി തീരുമാനിക്കുകയാണ് 10 ഷെയർ ഉള്ളവർക്കൊക്കെ 1 ഷെയർ എക്സ്ട്രാ അങ്ങനെ കൊടുക്കാം. കമ്പനികൾ അങ്ങനെ കൊടുക്കും. ഡിവിഡൻഡ് കിട്ടാം, ചിലപ്പോൾ ഒരു നിശ്ചിത ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഡിവിഡൻഡ് കിട്ടാം. ഇപ്പൊ ബാങ്ക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു 5% അല്ലെങ്കിൽ 2% ഡിവിഡൻഡ് കിട്ടാം. ഇതൊക്കെ നമുക്കത് കിട്ടാം. അപ്പോൾ ഇതൊക്കെ നമുക്കത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ 100 രൂപയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കയറിയിട്ടുള്ള ഒരു കമ്പനി 110 രൂപയായി കഴിഞ്ഞാലാണ് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ചിലപ്പോൾ 100 രൂപയുള്ള ഒരു കമ്പനി 90 രൂപയിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ കമ്പനി ചിലപ്പോൾ വിൽക്കില്ല, വാങ്ങിയ സാധനം വിറ്റാലാണ് പ്രോഫിറ്റ് കിട്ടുക. ചിലപ്പോൾ ഇത് താഴത്തേക്ക് വന്നാലും ചിലപ്പോൾ ചില കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ 100 രൂപയിൽ നമ്മൾ ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്ന് കരുതുക.
അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന അതിന്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ചിലപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് ചിലപ്പോൾ കിട്ടാം. അങ്ങനെയും കിട്ടാം, ചിലപ്പോൾ ബോണസ് കിട്ടാം. ഇതൊക്കെ നമുക്കൊരു ഒരു കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമുക്കത് കിട്ടുന്നത്. ഒരു കമ്പനി വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആണ്. 1000 ക്വാണ്ടിറ്റി ആയി വാങ്ങാം, എത്ര ക്വാണ്ടിറ്റി ആയിട്ടും വാങ്ങാം. പക്ഷെ അതിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്ത് തരിക, നമുക്ക് ആ ഒരു ഡിവിഡൻഡോ ബോണസോ ആയിട്ട് കമ്പനി തരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യണം. ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് എവിടുന്ന് ബൈ ചെയ്യണം? സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് അത് കിട്ടുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ടി വിയിലൊക്കെ വാർത്തകളൊക്കെ പറയുമ്പോൾ കേട്ട് കാണും. NSE BSE എന്നൊക്കെ കേട്ട് കാണും. അപ്പോൾ ഈ 2 എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിലത്തെ എക്സ്ചേഞ്ച് വരുന്നത്. ഇതിനു മുൻപ് ഇന്ത്യയിൽ വേറെ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. കൊച്ചിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, കൽക്കട്ട എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. മെർജ് ചെയ്തുകൊണ്ട് നമുക്ക് 2 എക്സ്ചേഞ്ചുകളുള്ളൂ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ഈ ഒരു എക്സ്ചേഞ്ച് വഴിയാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് പോയിട്ട് ഇവിടെ ഡയറക്റ്റ് പോയിട്ട് നമുക്കത് വാങ്ങാൻ പറ്റില്ല. എങ്ങനെ വാങ്ങാൻ പറ്റാം? വാങ്ങണമെങ്കിൽ നമുക്കൊരു ബ്രോക്കറെ നമുക്ക് കണ്ടതായിട്ടുണ്ട്. ഒരു ബ്രോക്കറെ കണ്ടാലാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ ബ്രോക്കർ ആരാണ്? ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. നമുക്കൊരു സ്റ്റോക്ക് ബൈ ചെയ്താലാണ് നമുക്കൊരു സാധനം വാങ്ങണ്ടേ. മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങണം. വാങ്ങി വില കൂടുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതാണ് ക്രൈറ്റീരിയ. അതല്ല ഇതിലും ക്രൈറ്റീരിയ അങ്ങനെ തന്നെയാണ്. ഓക്കെ. നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മൾ വാങ്ങിയ സാധനം വിൽക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു. പക്ഷെ ബൈ ചെയ്യാനായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് വാങ്ങാൻ പറ്റുള്ളൂ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് NSE BSE. NSE BSE ആയിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് വാങ്ങാം? ഒരു ബ്രോക്കർ വഴിയാണ് നമുക്ക് വാങ്ങാം. ബ്രോക്കർ എന്ന് പറയുന്നത് ഇവര് നിയമിച്ചിട്ടുള്ള അംഗീകൃത ഏജൻസിയാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ICICI ഡയറക്റ്റ്, ഇതൊക്കെ ഒരു ബ്രോക്കറുടെ പേരാണ്. അതുപോലെ തന്നെ HDFC, അതുപോലെ തന്നെ ജിയോജിത്ത്, ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഒരു കാര്യം പറഞ്ഞിട്ട് സാറ് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വിസിബിൾ അല്ല കേട്ടോ. ഇപ്പൊ കാണാം. നിങ്ങൾക്ക് അത് കാണുന്ന ഒരു സമയത്ത് അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയുക. കാണുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാട്ടോ. നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ ഒരു ബേസ് ഐഡിയ ആണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയാസ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങേണ്ടത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് എക്സ്ചേഞ്ച് വഴിയാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് 2 എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. അപ്പൊ ഇവരെന്ന് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാൻ പറ്റില്ല. ഇവര് ബ്രോക്കർ വഴിയാണ് വാങ്ങാൻ പറ്റുള്ളൂ. ആ ബ്രോക്കർ എന്ന് പറയുന്നത് ആ ബ്രോക്കറാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒരു ബ്രോക്കർ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ബ്രോക്കർ വഴിയായാലും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിനെ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. ബ്രോക്കർ എന്ന് പറയുന്നത് പല പേരിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. സെറോദ, അതുപോലെ തന്നെ അപ്പ് സ്റ്റോക്ക് എന്നൊക്കെ കേട്ട് കാണും. അതുപോലെ തന്നെ ICICI ഡയറക്റ്റ്, അതുപോലെ തന്നെ HDFC, അതുപോലെ തന്നെ ജിയോജിത്ത്, ഇതൊക്കെ ബ്രോക്കേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവരൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പാൻ കാർഡും ഡീറ്റെയിൽസും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും. ഈ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും. ആ ഒരു അക്കൗണ്ട് വഴിയാണ് നമുക്ക് ഇത്തരം കമ്പനികൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇവര് വഴിയാണ് നമുക്കൊരു വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഇവര് നിയമിച്ചിട്ടുള്ള സെബിയുടെ അണ്ടറിലുള്ള കമ്പനീസ് ആയിരിക്കും ഇതൊക്കെ വരുന്നത്. ഇപ്പൊ സെറോദ, ICICI, HDFC ബാങ്ക്, ജിയോജിത്ത്, അങ്ങനെയൊക്കെ വരുന്ന ഒരു കമ്പനീസ്, ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഇവരുടെ അണ്ടറിലുള്ള കമ്പനീസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കമ്പനീനെ നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് അത് നടത്തുള്ളൂ. ബ്രോക്കർ അടുത്ത് പോയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഇവർ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡാറ്റകൾ വാങ്ങുന്നുണ്ട്. ഡാറ്റ എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ പ്രൈസ്, ഓരോ ദിവസത്തെ ഓരോ മണിക്കൂറിലും സ്റ്റോക്കിന്റെ ഒരു പ്രൈസ് എത്രയൊക്കെയാണ്, ആ ഒരു ഡാറ്റാസ് ഇവർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ടൈപ്പ്, ബ്രോക്കർ ഒരു ടൈപ്പ്, അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു ടൈപ്പ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്?
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഫിറ്റ് വരണേന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഒരു സ്റ്റോക്കിന്റെ വാല്യൂ മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് വരുന്നു, അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇവർക്ക് എങ്ങനെയാണ് വരുന്നത്? ഇവർക്ക് എങ്ങനെയാണ്, ഈ ബ്രോക്കർമാർക്ക് എന്താണ് ഇതിലെ ലാഭം? നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഒരു കമ്പനീനെ വാങ്ങി വിൽക്കുമ്പോഴും ഇവർ ഇതിന്റെ ചെറിയൊരു പെർസെൻറ്റേജ്, ചിലപ്പോൾ 0.01 അല്ലെങ്കിൽ 0.02%, അല്ലെങ്കിൽ 0.05%, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട്, ഇത്തരം കമ്മീഷൻസ് വാങ്ങും. ഈ ഒരു കമ്മീഷൻസ് ആണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത്, ഈ ബ്രോക്കറെ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ക്ലയന്റുകൾ വലിയ രീതിയിൽ സ്റ്റോക്കുകളൊക്കെ ബൈ ചെയ്യുക വിൽക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഈ ബ്രോക്കേഴ്സിന് എപ്പോഴും ഇങ്ങനെ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ബ്രോക്കേഴ്സിന് കിട്ടുന്ന ഒരു കമ്മീഷൻ. പിന്നെ കമ്പനികൾക്ക് എന്താ ലാഭം? കമ്പനികൾക്ക് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ കിട്ടും. നമ്മൾ തന്നെയാണ് ആ ഒരു ക്യാപിറ്റൽ നമുക്കത് കൊടുക്കുന്നത്. അതിനനുസരിച്ച് അവർ ബിസിനസ് ചെയ്യും. ആ ഒരു ബിസിനസ് ചെയ്ത് ആ കമ്പനി നല്ല രീതിയിൽ പോകുമ്പോൾ ആ കമ്പനികൾ മുകളിലോട്ട് പോകും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്താണ് ലാഭം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇതിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ, ലിസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പൈസയുണ്ട്. അറൗണ്ട് ഒരു 6000-ലധികം കമ്പനികൾ ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അബവ് ആണ് എപ്പോഴും വരുള്ളൂ. അത്ര അധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു നിശ്ചിത എമൗണ്ട് ഫീസ് കൊടുക്കണം. ഒരു ഫീസ് കൊടുത്താലാണ് എന്ത് ഈ കമ്പനികളെ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ കമ്പനികളെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബ്രോക്കർ വഴിയാണ് നമുക്ക് ഈ കമ്പനികളെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലത്തെ എല്ലാവർക്കും പ്രോഫിറ്റ് വരുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസിനും എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നതെന്ന് ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടി. ഇതിൽ ബൈ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് വരുന്നത് മനസ്സിലായി, ബ്രോക്കേഴ്സിന് പ്രോഫിറ്റ് വരുന്നത് മനസ്സിലായി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് ഇത് കിട്ടി. എങ്ങനെയാണ് ഹൗ ടു മേക്ക് പ്രോഫിറ്റ്, എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോക്കിന്റെ വാല്യൂ മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പനീനെ നോക്കാനും ഗ്രാഫ് എടുക്കാനും ഒക്കെ പഠിപ്പിച്ചു തരാട്ടെ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളൊന്നും ബോധർ ചെയ്യണ്ട. ഇപ്പോൾ ബേസ് ഐഡിയ കിട്ടൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അല്ലാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഇങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഈ ഗ്രാഫ് എടുക്കാനുള്ള ഒരു സെക്ഷൻ, ഗ്രാഫ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സെക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്കൊന്നും എത്തിയിട്ടില്ല, ഞാൻ ജസ്റ്റ് അത് കാണിക്കുന്നു എന്നുള്ളൂ. ഇപ്പൊ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇതിപ്പോ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒരു കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആമസോൺ. ആമസോൺ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി അല്ല, ഇതൊരു US-ലെ കമ്പനിയാണ്. US-ലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് ഇപ്പൊ കാണാൻ പറ്റും. ഇവിടെ കാണുന്നത് റൈറ്റ് സൈഡിൽ പ്രൈസ് ആണ് 128.80 ഇവിടെ പ്രൈസ്. കണ്ട ആ പ്രൈസ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇപ്പൊ 83ആയി, 80ആയി. ലെഫ്റ്റ് സൈഡിൽ നോക്കാം, ലെഫ്റ്റ് സൈഡിൽ പ്രൈസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ഇത് മുകളിലേക്ക് പോകുന്നത്? ഇവിടെ ഒരുപാട് ഗ്രാഫ് ടൈപ്പുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾക്കൊരു ടൈം എടുത്തുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്കൊരു പഠനം എന്ന് പറയുന്നത് ടൈം എടുത്തുള്ള പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു റിസ്ക് ഉള്ളതാണ്, പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുത്താലാണ് അതിന്റെ റിസൾട്ട് കിട്ടേണ്ട. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ 128.73ആയി അതിന്റെ ഒരു പ്രൈസ്. അപ്പൊ ഇങ്ങനെ ഇതൊരു ടൈം ഫ്രെയിം ആണ്. ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇതൊരു സ്റ്റോക്ക് ഇപ്പൊ ലൈവായിട്ട് നടക്കുന്നത് കാണിക്കൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുകയെങ്കിൽ വേറെ ഒന്നല്ല, നമുക്ക് ഇന്നലെ 126-നാണ് നമ്മൾ ബൈ എടുത്തതെന്ന് കരുതുക. ഓക്കെ, ഇവിടെ നമ്മൾ ബൈ എടുത്തു, 127 നമ്മൾ ബൈ എടുത്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് 128ആയി. 128 ആവുമ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ആണ് ബൈ എടുത്തെങ്കിൽ 1 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 രൂപ പ്രോഫിറ്റ് കിട്ടും. 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100 രൂപ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുക. അതായത് മുകളിലേക്ക് കയറിയാലാണ് പ്രോഫിറ്റ് കിട്ടുക. ഞാൻ ലൈവായിട്ട് വേറെ ഫോറക്സ് മാർക്കറ്റ് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാം. ഇതാക്കണ്ട, ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നൊരു ട്രേഡാണ്. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നൊരു ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇത് ഫോറക്സ് ആണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറക്സ് മാർക്കറ്റ് ഞാൻ കുറെ നാളായിട്ട് നിർത്തിയതായിരുന്നു. ഞാൻ ഇപ്പോൾ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോ ഇതിപ്പോ സിൽവർ ആണ്. ഇവിടെ സിൽവർ എന്ന് കാണുന്നുണ്ട്. ഇതിനെ കമ്മോഡിറ്റി എന്ന് പറയും. നമുക്ക് സിൽവറോ ഗോൾഡോ എന്ത് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്യാം, വിൽക്കാം. അപ്പൊ ഇതിന്റെ റേറ്റ് കണ്ട, ഇതിന്റെ പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്ലസ് ഒരേ ചെറിയൊരു പോയിന്റ് മൈന്യൂട്ട് പോയിന്റ് വരുമ്പോഴും $92 $93 പ്രോഫിറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു വരുന്നുണ്ട്. ഞാനിവിടെ 0.02 എന്ന് പറയുന്ന ഒരു സൈസിൽ ഞാനിവിടെ സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതില് 2 ഓപ്ഷൻ ഉണ്ട് നമുക്കത്. അത് ഞാനൊരു ട്രേഡിങ്ങിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ ലൈവ് മാർക്കറ്റിലായതുകൊണ്ട് നമുക്ക് ആദ്യം സെല്ല് ചെയ്യാം, പിന്നെ ബൈ ചെയ്യാം. ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ മാത്രമേ പറ്റുള്ളൂ. ട്രേഡിങ്ങിൽ ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, അപ്പൊ ഈ സിൽവർ താഴത്തേക്ക് വരും തോറും, സിൽവറിന്റെ പ്രൈസ് താഴത്തേക്ക് വരും തോറും എനിക്ക് പ്രോഫിറ്റ് കൂടി വരും. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്? ഞാൻ ഇവിടെ ആദ്യം സെല്ല് ചെയ്യും. അതായത് 22.50 ഞാൻ ആദ്യം വിറ്റു, എന്നിട്ട് വില കുറയുമ്പോൾ വാങ്ങും. ഇത് ട്രേഡിങ്ങിൽ പറ്റുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ വേറൊരു സ്റ്റോക്ക് എടുത്ത് കാണിച്ചില്ല. വേറെ സ്റ്റോക്ക് അല്ല, ഇത് ഫോറക്സ് ആണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു സെക്ഷൻ പറഞ്ഞു തരാം. അപ്പോൾ ഫോറക്സിൽ ഞാനിവിടെ ഇത് ഞാൻ സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. സെല്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം വിറ്റിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പേടിക്കേണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെക്ഷനിൽ ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റിയ ഒരു കാര്യം കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ്. അപ്പൊ അതിന് താഴത്തേക്ക് വരും തോറും ഇതിന്റെ ഒരു പ്രോഫിറ്റ് കയറി വരുന്നത് നോക്കുക. ഇത് GBP എന്ന് പറയുന്ന ഒരു ഫോറക്സ് പെയർ ആണ് വരുന്നത്, USD CAD. ഇത് ഞാൻ ബൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ബൈ ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ ഇവിടുന്നാണ്. ഞാൻ ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ് യെല്ലോ കളറിൽ കാണുന്നത്. അപ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ഇങ്ങനെ കൂടി വരും. കണ്ട, ഇവിടെ പ്രോഫിറ്റ് നോക്കിയാൽ $5, $14, $15 പലതരത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ട്. പല പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൊസിഷന്റെ പ്രോഫിറ്റ് ഇങ്ങനെ ഇതിപ്പോ ഞാനൊരു ലോങ്ങിലേക്ക് ഇടുന്ന ഒരു പൊസിഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് അപ്പൊ ഇതിനൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ വെറുതെ കയറിയിട്ട് ബൈ എടുക്കല്ല. ഇതിനൊക്കെ ഒരുപാട് റൂൾസ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറ്റുന്നതല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് കാണണം, ലൈവായിട്ട് നടക്കുന്ന ഒരു ട്രേഡുകൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിന്ന് ബൈ എടുത്തു, ഇതിന്റെ റേറ്റ് എത്രയായിക്കോട്ടെ, 1.3556. ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് വരും. സിമ്പിൾ ആണ്. ബൈ എടുത്തിട്ടുള്ളത് നമ്മൾ വാങ്ങിയ വില, വിറ്റ വില, വാങ്ങിയ വിലയെക്കാട്ടിയും കൂടുതൽ വിറ്റ വില വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് വരും. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഒരു പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. സിൽവറിന്റെയും ഗോൾഡിന്റെയും വില താഴത്തേക്ക് വരുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഇത് സെല്ല് ചെയ്തിട്ടപ്പോ എന്താ, ഇത് താഴത്തേക്ക് വരും തോറും പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് ഇതിന്റെ വാല്യൂ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് പോവും. പക്ഷെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബുക്ക് ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വരും സെക്ഷനിലൊക്കെ മനസ്സിലാക്കി തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു ബേസ് ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണത്. നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഗെയിൻ വരുന്നത്? നമുക്ക് മാർക്കറ്റ് ഇവിടെ നമ്മളൊരു ബൈ ചെയ്തു, നമ്മളിവിടെ നിന്ന് വിറ്റു, അങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ബൈ ചെയ്താൽ മാത്രം പോരാ, നമ്മളിവിടെ വിൽക്കണം. വാങ്ങിയ സാധനം നമ്മൾ എന്തായിക്കോട്ടെ, ഷെയർ ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, പെയർ ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഗോൾഡിന്റെ വില കയറുമെന്ന് മനസ്സിലാക്കി ഇവിടെ നമ്മൾ ബൈ ചെയ്തു, വില കൂടുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ. നമ്മൾ നല്ല പ്രൈസിൽ നമ്മൾ ബൈ ചെയ്തു, നല്ല പ്രൈസിൽ വിറ്റു. ട്രേഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതാദ്യം ചെയ്യാനും പറ്റും. അതായത് മാർക്കറ്റ് ഇൻ കേസ് താഴത്തേക്ക് വരുമെങ്കിൽ നമുക്ക് ആദ്യം സെല്ല് ചെയ്യാം. പക്ഷെ സെല്ല് ചെയ്ത നിർബന്ധമുണ്ട്, നമുക്ക് ബൈ ചെയ്യണം. പക്ഷെ സെല്ല് ചെയ്ത സാധനം നമ്മുടെ ഡയറക്ഷൻ തെറ്റി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരും. നമ്മൾ ബൈ വീണ്ടും എനിക്ക് ആ ചാർട്ട് കാണുന്നില്ല. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തന്നാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ട്രേഡിങ്ങിലായാലും പൊസിഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രിയിലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് എന്നില്ല എന്നുള്ളൂ, നമുക്ക് US-ലും ഇതിലൊക്കെ മാർക്കറ്റ് ഉണ്ട്, അവിടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വരണമെന്ന് മനസ്സിലായി. പ്രോഫിറ്റ് വരണമെങ്കിൽ നമുക്കൊരു സാധനം ബൈ ചെയ്ത് വിൽക്കണം. നല്ല റേറ്റിൽ, താഴത്തെ റേറ്റിൽ ബൈ ചെയ്തിട്ട്, അതായത് പ്രൈസ് എത്ര ആയിക്കോട്ടെ, 150 രൂപയിൽ ബൈ ചെയ്ത് 155 വിറ്റ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ വാങ്ങി വിൽക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വരുന്നത്. നമുക്ക് വാങ്ങാം എന്നും പറഞ്ഞു. പക്ഷെ
അപ്പൊ ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇത് ബൈ ചെയ്യാൻ പറ്റും, ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു വേൾഡിൽ എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റുന്നു. അപ്പൊ നമുക്കൊരു പാർട്ടിസിപ്പന്റ് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പ്ലേയേഴ്സ്. അത് നമുക്ക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്, ഇപ്പോ ഇതിൽ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർ വാങ്ങുന്നതിന് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നാണ് പറയുക. അതായത് നമുക്കൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ നമ്മളിത് ബൈ ചെയ്തു, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരെ നമ്മൾ റീറ്റെയിലേഴ്സ് എന്നാണ് പറയുക. നിങ്ങൾക്ക് അവിടെ നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ നോട്ടുകളൊക്കെ ഞാൻ വേറെ അയച്ചു തരാം, PDF നോട്ട് അയച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എന്നാലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ഭാഷയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പൊ നമ്മളൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിനെ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ട്രേഡേഴ്സ് ഉണ്ട്. ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു മൂവ് ചെയ്യും. ചിലപ്പോൾ ഇപ്പൊ തന്നെ 125 സാധനം 130 എത്തും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇപ്പൊ നമുക്ക് ലൈവ് മാർക്കറ്റിൽ കണ്ടു പെട്ടെന്ന് മൂവ് ചെയ്യുന്നു, മുകളിലേക്ക് താഴത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. ആ പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് ക്യാച്ച് ചെയ്യുന്നതാണ് ട്രേഡേഴ്സ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ മുകളിലോട്ട് പെട്ടെന്ന് കയറുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്ത് ഇത്രയിൽ എത്തുമെങ്കിൽ നമുക്ക് വിൽക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കുന്നവരെയാണ് ട്രേഡേഴ്സ്. അപ്പൊ ഇവരൊക്കെ പ്ലേയേഴ്സ് ആണ്. അപ്പൊ ട്രേഡേഴ്സ് ഒക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ട്രേഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളായാലും വാങ്ങാനായിട്ട് ഫോറിനേഴ്സിന് അവസരം നൽകാറുണ്ട്. ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബൾക്ക് രീതിയിലാണ് അവരെ പർച്ചേസ് വരിക. നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന പോലെ 10 ലക്ഷമോ 50 ലക്ഷമോ അല്ലെങ്കിൽ 1000മോ 10,000മോ അല്ല അവർ യൂസ് ചെയ്യാം. അവര് മില്യൺസും ബില്യൺസും ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, കാരണം അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ആകാം, ചിലപ്പോൾ അബുദാബി ഗവൺമെന്റ് ആകാം, ചിലപ്പോൾ സിംഗപ്പൂർ ഗവൺമെന്റ് ആകാം. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനായാലും അവർക്ക് ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ടാവും. ചിലപ്പോൾ ചെയ്യുന്നത് അവർ മ്യൂച്വൽ ഫണ്ടിലാവും ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനീസ് വരും, ഫോറിനേഴ്സ്. ഇവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയാം. FIs എന്നൊക്കെ പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ഈ വാക്ക് കണ്ടിട്ട് പേടിക്കണ്ട, ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇവരാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മില്യൺസും ബില്യൺസിലും ഒക്കെയാണ്. ബില്യൺസ് എന്ന് പറയുമ്പോൾ 100 കോടി, മില്യൺസും ബില്യൺസിനും ഒക്കെയാണ് ഇവരെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ കാരണം ബൾക്ക് രീതിയിലുള്ള ഒരു ഫണ്ട് ഇവർക്കുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അപ്പൊ ഇത് പല ടൈപ്പ് FIസിൽ തന്നെ പല ടൈപ്പ് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകള്, ഇപ്പൊ HDFC, ICICI, ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികള്, അപ്പൊ അവരൊക്കെ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യും. കാരണം അവരുടെ ക്ലയന്റിന്റെ കയ്യിൽ ഒരുപാട് ഫണ്ടുകൾ, ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അനുസരിച്ച് അവര് ഒരുപാട് പർച്ചേസിങ് നടത്തും. അപ്പൊ നിങ്ങളായാലും ചിലപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനീനെ സമീപിച്ച് ചിലപ്പോൾ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് ഒക്കെ മൊത്തം കൂടി അവര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. നല്ലൊരു സമയത്ത് നല്ല റൈറ്റ് സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അവരാണ് DIS, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെ മാർക്കറ്റിലെ പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇവരെ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് മനസ്സിലാകും. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കമ്പനികളാണ് വരുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ ഗവൺമെന്റ് ആകും, നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിന്റെ ഫണ്ടാകാം, അങ്ങനത്തെ എന്തെങ്കിലും ഫണ്ടുകളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അത് ഇൻഷുറൻസ് ഫണ്ടാകാം, പ്രൊവിഡന്റ് ഫണ്ടാകാം, ഹെഡ്ജ് ഫണ്ടാകാം, ഇതൊക്കെ ആകാം. പക്ഷെ FIs എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഫോറിനേഴ്സ് ആണ്. നമ്മുടെ മാർക്കറ്റിലും നമ്മുടെ നാട്ടിലുള്ള കമ്പനികളായാലും ഒരുപാട് നല്ല കമ്പനികളെ ബൈ ചെയ്യാനായിട്ടായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുണ്ട്, അവരുടെ ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലും ട്രേഡേഴ്സ് ഉണ്ട്. അതായത് പെട്ടെന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് എടുക്കാനും പെട്ടെന്ന് താഴത്തേക്ക് വരുമ്പോൾ ലാഭം എടുക്കാനുള്ള ട്രേഡേഴ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഒപ്പമാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്.
മനസ്സിലാക്കുക. ഇവരെല്ലാവരൊപ്പമാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവരൊക്കെ മാർക്കറ്റില് അല്ലാതും പഠിച്ച് പയറ്റി ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളാണ്. അപ്പൊ ഇവരൊപ്പം നിന്ന് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് സ്കില്ല് വേണ്ടേ? നമുക്ക് സ്കില്ല് വേണം. നമുക്കൊരു സ്കില്ല് ഉണ്ടെങ്കിലാണ് ഇവരൊപ്പം നിന്നിട്ട് നമുക്കൊരു പയറ്റി പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു സ്കില്ല് നമുക്ക് ഇൻ കേസ് ഓരോ സെക്ഷൻ നിങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ നോളജും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ തരും. നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടാസ്കുകളാണ്. അപ്പൊ ഓരോന്നും ചെയ്തുകൊണ്ട് നിങ്ങൾ അത് മുന്നോട്ട് പോകാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പീഡ് വരാനായിട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ അത് എന്തായാലും അതിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് തന്നാലും അത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയത്തായാലും നിങ്ങളൊരു സമയത്ത് ഒരു നല്ലൊരു സ്പീഡിലേക്ക് ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയായിട്ട് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നമുക്കത് വരും. ഇപ്പോൾ ഞാനായാലും ഒരു ക്ലാസ് ആയാലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 100% എന്നുള്ള രീതിയിലാണ് ഞാൻ അതിലും കൊടുക്കുന്നത്. കാരണം എനിക്കായാലും നിങ്ങളുടെ കയ്യിൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ആ ഒരു 100% അത് വേണം. ഞാനിപ്പോ റിസ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതായാലും ഞാൻ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റും ഇതിലെ ഡെവലപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ഒരു റൂട്ടിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് ഫിനാൻഷ്യൽ ഡീൽ ചെയ്യാനാണ് വരുന്നത്. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു കണക്കുകൾ ഒക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, നിങ്ങൾക്ക് നാട്ടിലേക്ക് കിട്ടുന്ന ഒരു വരുമാനം എത്രയാണ്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് എത്രയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളത് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു പ്രോഫിറ്റ് വരുന്നതെന്ന് നമുക്കത് കണ്ടു. പക്ഷെ നമുക്ക് മാർക്കറ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മാർക്കറ്റിന് എത്രത്തോളം നമുക്ക് റിട്ടേൺസ് തരാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്കത് കിട്ടുള്ളൂ. നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ്, റിസ്ക് മേലാണ് നമുക്ക് എത്രത്തോളം റിസ്ക് കൂടുതലുണ്ടോ അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുതൽ തരാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ, നമുക്കൊരു മേഖലയിൽ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് റിസ്ക് ഉള്ള ഒരു മേഖലയാണെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ ഒരു കാരണവശാലും എല്ലാ ക്യാപിറ്റലും എടുത്ത് നിങ്ങൾ ഒരു ട്രേഡിങ്ങിലേക്ക് നിങ്ങൾക്ക് അത് ചെയ്യരുത്. അത് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യായാലും നിങ്ങളൊരു ട്രേഡിങ് ചെയ്യാലോ നിങ്ങളൊരു എല്ലാ ക്യാപിറ്റലും, കയ്യിലുള്ള ഒരു ക്യാപിറ്റലും മൊത്തം എടുത്ത് നിങ്ങൾ അത് ട്രേഡ് ചെയ്യരുത്. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ സാധാരണ ആളുകൾക്കൊക്കെ ലോസ് വരുന്നത് എന്തുകൊണ്ട്, നിങ്ങൾക്ക് അധികം ലോസ് വരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു സ്പീഡാവും, നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ആകും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഇതിലേക്ക് പമ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകും തോറും ഈ റിസ്ക് ഫാക്ടർ കുറഞ്ഞു വരും. ഈ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങും. നമ്മൾ ഓരോ സെക്ഷൻ, ഓരോ ആഴ്ചകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ റിസ്കിനെ കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു ട്രേഡർ ആകാൻ പറ്റുക, ഒരു ട്രേഡർ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് റിസ്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. റിസ്ക് ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ മേഖലയിലും റിസ്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ആ റിസ്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നവരാണ് നമുക്ക് ഒരു വലിയൊരു പ്രോഫിറ്റ് ഈ ഒരു മേഖലയിൽ നമുക്കത് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കണക്ക് ഞാനിവിടെ ഒരു എക്സൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ റിസൾട്ട് എനിക്ക് തരണം. നിങ്ങൾക്ക് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാണ്. ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സാധനം വാങ്ങി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റല് 10,000 റുപ്പീസ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റല് 10,000. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റല് 10,000 റുപ്പീസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ട്രേഡിൽ നിങ്ങൾ നോക്കുന്നത്, ഇവിടെ നമുക്ക് സെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മാർക്കറ്റിൽ ഇല്ല എങ്കിലും നമ്മൾ ഇവിടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പോകുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ലോസും റിസ്ക് ഫാക്ടറൊക്കെ മാറ്റി നിർത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു കണക്ക് നിങ്ങൾക്കൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ട്രേഡ് നമ്മൾ ചെയ്യാണ്. ആദ്യത്തെ ഒരു ട്രേഡ് എടുത്തു, നിങ്ങളുടെ ക്യാപിറ്റല് 10,000 റുപ്പീസ് ആണ്. ആദ്യത്തെ ഒരു ട്രേഡ് എടുത്തു, ട്രേഡിന്റെ പ്രോഫിറ്റ് 500 റുപ്പീസ്. രണ്ടാമത്തെ ഒരു ട്രേഡ് എടുത്തു, ട്രേഡിന്റെ പ്രോഫിറ്റ് 500 റുപ്പീസ്.
മൂന്നാമത്തെ ഒരു ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് 500 റുപ്പീസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ട്രേഡുകൾ എടുത്തു. 21 ട്രേഡുകൾ എടുത്തപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഡബിളായി. അതായത് 10,000 റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ആയി. ഇത് ക്യാപിറ്റൽ ഡബിളായി. ക്യാപിറ്റൽ ഡബിൾ ആയപ്പോൾ നമ്മൾ 20,000 രൂപ ക്യാപിറ്റലായി. അതായത് 10,000 റുപ്പീസ് ആണ് തുടങ്ങിയത്. 21 ട്രേഡ് ചെയ്തപ്പോൾ, ജസ്റ്റ് പറയുന്നത്, ആദ്യത്തെ ഒരു ട്രേഡിൽ 500 റുപ്പീസ് എടുത്തു. എല്ലാ ട്രേഡിലും 500 റുപ്പീസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് 500 എടുത്തു, എല്ലാ ട്രേഡിലും 500 റുപ്പീസ് ആണ് ഇവിടെ എടുക്കുന്നത്. അതാണ് ഞാൻ 21 ട്രേഡ് ബ്ലൂ കളറിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ 22ാമത്തെ ട്രേഡ് മുതൽ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 ആയി. അതായത് 20,000 രൂപയായി ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ കൂടിയപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ട്രേഡിന്റെ സൈസ് ഒന്ന് കൂട്ടി. 10,000 രൂപയ്ക്ക് 10,000 റുപ്പീസിന് 500 റുപ്പീസ് കിട്ടുമെങ്കിൽ 20,000 റുപ്പീസിന് 1000 രൂപ കിട്ടില്ലേ? കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. അതായത് അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നത് 20,000 റുപ്പീസ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ അറിയാത്തവരായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ കണക്കൊന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 20,000 റുപ്പീസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഓരോ ട്രേഡിലും നമുക്ക് കിട്ടുന്നത് മാറി. 1,000 റുപ്പീസ് ആയി, അടുത്ത ട്രേഡിൽ 1,000 റുപ്പീസ് ആയി, അടുത്ത ട്രേഡ് 1,000 റുപ്പീസ് ആയി, അടുത്ത ട്രേഡ് 1,000 റുപ്പീസ് ആയി. ഇവിടെ നമുക്ക് 21 ട്രേഡ് വന്നു. നമുക്ക് എന്ത്? ക്യാപിറ്റൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ നമുക്ക് 22ഉം 31ഉം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് ഇവിടെ നമുക്ക് 21 ട്രേഡ് വന്നു. നമുക്ക് ഇവിടെ ക്യാപിറ്റൽ 20,000 രൂപയാക്കാൻ. പക്ഷെ നമ്മൾ 22ാമത്തെ ട്രേഡ് മുതൽ നമ്മുടെ ക്യാപിറ്റലിന്റെ സൈസ് കൂടി. സൈസ് കൂടിയപ്പോൾ റിട്ടേണും കൂടി, പ്രോഫിറ്റും കൂടി. ഓക്കെ. ഇത് 1,000 റുപ്പീസ് ആയി മാറുന്നു പ്രോഫിറ്റ്. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ല, പിന്നെ 20,000 ക്യാപിറ്റലായപ്പോൾ ചെയ്യുന്നത്. ഇത് മൊത്തം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1,000 റുപ്പീസ് 1,000 റുപ്പീസ് 1,000 റുപ്പീസ് വെച്ച് നമുക്കാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 21 ട്രേഡിന് പ്രോഫിറ്റ് വന്നപ്പോൾ പിന്നെ 10 ട്രേഡുമലായി നമുക്ക് പിന്നെ ക്യാപിറ്റൽ അടുത്ത 3 ടൈംസിലേക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തത്. അതായത് 30,000 രൂപയിലേക്ക് നമുക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തത് വെറും 10 ട്രേഡ് കൊണ്ട് 30,000 രൂപയ്ക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ആയി. അപ്പൊ നമുക്ക് 30,000 രൂപ ക്യാപിറ്റൽ വന്നപ്പോൾ നമ്മൾ വീണ്ടും എന്താ? സൈസ് ഒന്ന് കൂട്ടി. 30,000 രൂപ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ, കാരണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന് ഇപ്പോൾ 1000 എന്നുള്ളത് 1,500 രൂപയായി പ്രോഫിറ്റ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. 1,500 1,500 1,500 1,500 1,500 1,500. പിന്നെ നമുക്ക് 40,000 രൂപയായപ്പോൾ നമുക്ക് എന്താ? ലോട്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. നമുക്ക് ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്തു. 40,000 രൂപയായപ്പോൾ നമുക്ക് ലോട്ട് സൈസ് ഇൻക്രീസ് ആകുമ്പോൾ 1,500 പ്രോഫിറ്റ് ഉള്ളത് 2,000 2,000 2,000 2,000 ആയി. പിന്നെ ക്യാപിറ്റല് അടുത്ത ടൈംസിലേക്ക് മൾട്ടിപ്ലൈ എത്ര ട്രേഡ് വന്നു? 1 2 3 4 5 5 ട്രേഡ് കൊണ്ട് നമ്മുടെ ക്യാപിറ്റല് മൾട്ടിപ്ലൈ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു മാസത്തില് നമുക്ക് 30 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്. ഹോളിഡേയും വീക്കെൻഡും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 20 21 22 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 21 ഡേയ്സ് എന്ന് പറയുന്നത്, 21 ട്രേഡ് എന്ന് പറയുന്നത് 1 മന്ത് ആണ് എന്ന രീതിയിൽ. 21 ട്രേഡ് എന്ന് പറയുന്നത് 1 മന്ത് ആണ്. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ടാകും? 3 മന്ത് കൊണ്ട്, 3 മന്ത് എന്ന് പറയുമ്പോൾ 21 ട്രേഡ് ആണ്. അപ്പോൾ 21 × 3 ആയിരിക്കും നമുക്ക് 3 മന്ത് വരിക, 63. അപ്പോൾ അതേപോലെ തന്നെ 6 മന്ത്. ഞാനിത് നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു പവർ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള ഒരു രീതിയാണ്. കാരണം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അവിടെ ഡെവലപ്പ് ആകണം. 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ടാകും? 3 മാസം കഴിയുമ്പോൾ ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ടായിരിക്കും? അതായത് 62 ട്രേഡ് കഴിയുമ്പോൾ ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ടാവും? അതുപോലെ തന്നെ 6 മാസം കഴിയുമ്പോൾ എത്ര ട്രേഡ് വന്നിട്ടുണ്ടാവും നോക്കാം, ക്യാപിറ്റൽ എത്ര ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് വരുന്നത് നെക്സ്റ്റ് സൺഡേ ആണ് വരുന്നത്. ഇനി മുതൽ എല്ലാ സൺഡേ ആണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നെക്സ്റ്റ് സൺഡേ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ചെറിയൊരു ടാസ്ക് ആണ്, നിങ്ങൾക്ക് അത് ടൈം എടുത്താലും ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, എന്റെ റീസൺ ഞാൻ നെക്സ്റ്റ് വീക്കിൽ ഞാനത് പറഞ്ഞു തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ ഇതിനകത്ത് എവറി 10,000 രൂപയാകുമ്പോഴാണല്ലോ നമ്മൾ ക്യാപിറ്റൽ ഡബിൾ ആക്കുന്നത്. യെസ്, അല്ല, അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പം 21 ദിവസം ഇല്ലേ, അപ്പൊ 21 ദിവസം എന്ന് പറയുമ്പോൾ 10,500 വരില്ല. അപ്പൊ അങ്ങനെ കറക്റ്റ് അത് കുഴപ്പമില്ല. അത് ചെറിയൊരു ഡിഫറൻസ് വന്നുകൊണ്ട് അത് കുഴപ്പമില്ല. ചെറിയൊരു ഡിഫറൻസ് ഇപ്പോൾ ഒരു 1000-1000 റുപ്പീസ് നമുക്ക് ഏകദേശം ഒരു കൗണ്ട് കിട്ടിയാൽ മതി. അപ്പൊ ഇത് സ്വയം ചെയ്യാട്ടോ. നിങ്ങളൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫോർമുല ഉണ്ടാവാം, പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ ഉണ്ടാവാം, അതൊക്കെ നിങ്ങളുടേത്. പക്ഷെ നിങ്ങൾ ഇതൊരു സ്വയം അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സാറേ, നമ്മളെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് പിന്നീട് വിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ആ സ്റ്റോക്ക് വിൽക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? പിന്നെ വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടാവാതിരിക്കയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഓക്കെ, വരുമോ? നല്ല ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞുതരാം. സ്റ്റോക്കിന് തന്നെ പല ടൈപ്പ് സ്റ്റോക്കുകളുണ്ട്, പല കാറ്റഗറി സ്റ്റോക്കുകളുണ്ട്. റിസ്ക് ഫാക്ടർ കുറഞ്ഞിട്ടുള്ള ഇപ്പോൾ NSE തന്നെ സ്റ്റോക്കിനെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തന്നെ പല കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. റിസ്ക് കൂടിയിട്ടുള്ള ഒരു ഫാക്ടറുള്ള സ്റ്റോക്കുകൾ ഉണ്ട്. ആ സ്റ്റോക്കുകൾ ഈ പറഞ്ഞ രീതിയിൽ വിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വോളി ഉണ്ടായിരിക്കില്ല, കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അത് വരുന്നത്. അതിനാണ് നമുക്ക് ആ ഇൻഡെക്സുകളൊക്കെ വരുന്നത്. നിഫ്റ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഇതെനിക്ക് വിൽക്കണം എന്ന് കരുതുക, ഞാൻ ഇവിടെ സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഒരെണ്ണം $1000 പ്രോഫിറ്റ് ആണ്, ഒരെണ്ണം $676 പ്രോഫിറ്റ് ആണ്. ഇത് എനിക്ക് പെട്ടെന്ന് വിൽക്കണം, പ്രോഫിറ്റ് എടുക്കണം. പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ നേരെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട, ക്ലോസ് പൊസിഷൻ. ക്ലോസ് പൊസിഷൻ ഞെക്കി അപ്പൊ തന്നെ എന്റെ പൊസിഷൻസ് അവിടെ വിറ്റു. കണ്ട, എന്റെ പൊസിഷൻ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ക്ലോസ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട സമയം, ഇത് ഈ ടൈം വ്യത്യാസമുണ്ട്, ഇന്ത്യൻ ടൈം ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ $673 ഞാൻ ഇവിടെ വിറ്റു. അപ്പൊ എൻ്റെ കയ്യിൽ ആ പൊസിഷൻ പോയി. അപ്പൊ എനിക്കിവിടെ വിൽക്കാൻ ആളുണ്ട്. എനിക്കിനി ഇത് വീണ്ടും സെല്ല് ചെയ്യണം. അതായത് ഇത് സെല്ല് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഇത് ഞാൻ ഇവിടെ, അത് പല സോഫ്റ്റ്വെയറിലും പല രീതിയിലാണ് സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതൊക്കെ ഓപ്ഷൻ വരുന്നത്. എനിക്ക് സെല്ല് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടെ സെല്ല് ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് വീണ്ടും താഴത്തേക്ക് വരുന്ന വെച്ചിട്ടാണ് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നു. ഞാൻ ഇതിലുണ്ടായിരുന്ന പൊസിഷനാണ് ഞാൻ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അത് കാണിച്ചെന്നാണ്. കേട്ടോ, ഞാൻ അത് സെല്ല് ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ സെല്ലാണ് ചെയ്തിരിക്കുന്നത്. സെല്ല് ചെയ്താൽ മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് ലോസ് വരും. ഞാൻ ഇത് താഴത്തേക്ക് വരും എന്ന് കരുതിയിട്ടാണ് ആദ്യമേ വിറ്റിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അത് തരാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ആകെ ചാർട്ടും ആകെ പ്രൈസും മൂവ്മെന്റും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുക. സാർ, ഇപ്പം അനീഷ് ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്. എനിക്ക് ലാസ്റ്റ് ടൈം സ്റ്റോക്ക് അല്ല, പക്ഷെ ഞാൻ സ്റ്റോക്കിന്റെ ഓപ്ഷൻ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏതിന്റെ ഓപ്ഷനാണ്? HDFCന്റെ. അത് ഞാൻ ക്ലോസ് ചെയ്തപ്പം കുറെ നേരം അത് ആ ഒരു ഓർഡർ ഓപ്പൺ ആയി കിടക്കുകയായിരുന്നു. ഒരു 5-10 മിനിറ്റിന്റെ ശേഷമാണ് അത് മൊത്തം ക്ലോസ് ആയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ എപ്പോഴും നടത്തുന്നത്. നമ്മൾ നിഫ്റ്റിയിലാണ് ഓപ്ഷൻസ് ചെയ്യുള്ളൂ. ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കത് വരാതിരിക്കാൻ, ഭാവിയിൽ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഒരു ഓപ്ഷൻ ബൈ, ഇൻട്രാഡ, ഇതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ വോളിയുള്ള ഒരു ഇൻഡെക്സ് ആണത്. വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയുള്ള ഇൻഡെക്സ് ആണ്. ഈ ഒരു പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. നമ്മുടെ സ്ട്രാറ്റജി സ്റ്റോക്ക് ആൻഡ് ഓപ്ഷൻസിൽ വർക്ക്ഔട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റോക്കിന്റെ ഓപ്ഷനും നിഫ്റ്റിയുടെ ഓപ്ഷനും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ നിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇതിനെ കുറിച്ച് അറിയാത്തവരൊന്ന് വോളിയം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട. നിങ്ങൾക്ക് ഓരോ സെക്ഷൻ, നിങ്ങൾ ഒരു ബേസ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ബേസ് ഞാൻ ഇതുവരെ തന്നിട്ടുള്ളൂ. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ വളരെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട. നിങ്ങൾ അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 2-3 ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ ആയിരിക്കില്ല. നിങ്ങൾ കുറച്ചും കൂടി വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ട്. ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. സെല്ലേഴ്സിന്റെ പ്രഷർ താഴത്തേക്ക്, മാർക്കറ്റിൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ വരുമ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരും. ഓക്കെ, സെല്ലേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ആ സെല്ലേഴ്സ് ബയേഴ്സ് ആ ഒരു കൺസെപ്റ്റിൽ എത്തുമ്പോൾ അത് പറഞ്ഞു തരാം. ഇപ്പോൾ സിൽവർ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ $92 ആയിരുന്നു പ്രോഫിറ്റ്, വീണ്ടും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, താഴത്തേക്ക് വരും തോറും അത് പ്രോഫിറ്റിലേക്ക് അത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ട്രേഡ്. നമുക്കത് മുൻകൂട്ടി അറിയാം, അത് താഴത്തേക്ക് വരുമെന്നൊരു കൺസെപ്റ്റിൽ നമ്മളത് ആദ്യമേ സെല്ല് ചെയ്തിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ലെങ്കിലാണ്
ലോസ് ഉണ്ടാവണം അല്ലേ? അത് മുൻകൂട്ടി അറിയാനും ഇൻ കേസ് ഇത് റിസ്ക് വരുമ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ മാർക്കറ്റിൽ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്പ് ആകാം. നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് ഈ ഒരു മേഖലയിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം കട ഉണ്ട്. ഞാൻ നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയാണ്. നിങ്ങൾക്ക് ഒന്നും നടക്കില്ല. നാളെ എനിക്ക് 10 ലക്ഷം കടം വീട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര കടമുണ്ടോ, എത്ര നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ, ഇതൊന്നും ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിഷയമല്ല. നിങ്ങൾ എത്രത്തോളം പഠിച്ച് എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പ് ആയിട്ട് വരും. സ്കില്ല് ഡെവലപ്പ് ആയി വരുന്നതനുസരിച്ച് പ്രോഫിറ്റ് വരും. ഞാനിവിടെ പ്രോഫിറ്റ് ഇവിടെ കാണുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ പ്രോഫിറ്റ് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതേ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ 6 വർഷം മുൻപോ ഒന്നും പറ്റിയിരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ നോക്കുക, ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് കാണിച്ചു തരാം. ഇത് സ്റ്റുഡൻസിന്റെ ക്ലാസ്, ഈ ക്ലാസ് അല്ല, നമ്മുടെ മെയിൻ ക്ലാസ് കഴിഞ്ഞ ഒരു ഗ്രൂപ്പാണ്. നോക്കുക, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് നോക്കുക. ഇത് ഇന്നലത്തെയാണ് വരുന്നത്. ഇത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഇതിലത്തെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ നോക്കുക നിങ്ങൾ. ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളോ അല്ല. ഇതിൽ ഇവരുടെ നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് പബ്ലിക് ആയിട്ട് കൊടുക്കില്ല. ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ. എടുത്തു നോക്കുക, ഷോയിങ് P&L സമ്മറി 4 സെപ്റ്റംബർ 29 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഇത് നിങ്ങൾ നോക്കാം, 1,86,153 പ്രോഫിറ്റ് ആണ് ഒരു മാസത്തെ പ്രോഫിറ്റ്. അപ്പൊ ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് സ്കില്ലാണ്. ഈ ഗ്രൂപ്പിൽ ചിലപ്പോ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും ഇതേപോലെ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. ഇങ്ങനെ ഇവരെന്ത് ട്രേഡാ സാറേ ചെയ്യണത്? ഇത് ഓപ്ഷൻസിൽ ചെയ്യുന്നവരാണ്, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവരാണ്, ഓപ്ഷൻസിൽ ഇൻട്രാഡേ ആണോ? ഇൻട്രാഡ ചെയ്യുന്നവരാണ്. ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന രീതിയാണ്. പക്ഷെ നിങ്ങൾക്കായാലും ആ സ്റ്റെപ്പിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ വെക്കാനുണ്ട്. ഒറ്റയടിക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം കടമുണ്ട്, ഒറ്റയടിക്ക് സ്റ്റെപ്പിലോട്ട് എത്തില്ല. നിങ്ങൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് ഡെവലപ്പ് ആകണം. നിങ്ങൾ വലിയ പ്രോഫിറ്റ് എടുക്കാൻ പോവുകയാണ്. വലിയ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റിൽ പറ്റില്ല. 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് പ്രോഫിറ്റ് വരില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ മാറ്റും നിങ്ങളെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ ക്ലാസ്സിലും അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന, വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കയറണം. ഓക്കെ, അതിനുള്ള സ്റ്റെപ്പുകൾ വെച്ച് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിന് മുൻപ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. അതേ രീതിയിൽ അതൊന്ന് നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കത്തെ ക്ലാസ് കഴിയുമ്പോഴായാലും വേറെ വർക്കൗട്ടുകൾ തരാം. ട്രേഡ് ചെയ്യാനായാലും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ആകാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ.